കളിയും ചിരിയും തമാശകളും കൊണ്ട് നിറഞ്ഞ ഞങ്ങളുടെ യാത്രയുടെ മൂന്നാമത്തെ വീഡിയോയാണിത്. ഈ യാത്രയിൽ ഞങ്ങൾ ശരിക്കും പെട്ടുപോയ, അതായത് പേടിച്ചു പോയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം യാത്രകളിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തേതും വളരെ ദൈർഘ്യമേറിയ യാത്രയാണ്. അസർബൈജാൻ്റെ നോർത്ത് ഈസ്റ്റ് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗൂബ, കിനാലൂഗ് എന്ന സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇന്നത്തെ യാത്ര. റോഡിന് ഇരുവശത്ത് നല്ല കാഴ്ചകളാണ്. ഒരു സൈഡിലെ കാസ്പിയൻ സീ ആണെങ്കിൽ മറുവശത്ത് കാസ്കസ് പർവ്വത നിരകളാണ് നമ്മൾ കാണുന്നത്. ഇത് അറിയപ്പെടുന്നത് കാൻഡി കെയിൻ മൗണ്ടെയ്ൻസ് എന്നാണ്. കാരണം നമുക്ക് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ പിങ്ക്, റെഡ്, വൈറ്റ് ഇങ്ങനെയുള്ള വരകളിൽ ഒരു കാൻഡിയുടെ ഒരു ലുക്കാണ് ഈ മൗണ്ടന്. കാരണം ഇതിലുള്ള അയണിൻ്റെ കണ്ടന്റ് കൊണ്ടാണ് ഇതിനിങ്ങനൊരു കളർ ചേഞ്ച് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങകലെ തല ഉയർത്തി നിൽക്കുന്ന ഈ പർവ്വതത്തിൻ്റെ പേര് ബെഷ്ബാർമാഗ് എന്നാണ്. അസർബൈജാൻ ഭാഷയിൽ ഈ വാക്കിൻ്റെ അർത്ഥം 5 ഫിംഗേഴ്സ് എന്നാണ്. 5 ഫിംഗേഴ്സ് മൗണ്ടൻ എന്നും ഇതറിയപ്പെടാറുണ്ട്. കാരണം ചില ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചിരിക്കുന്ന 5 വിരലുകൾ പോലെ ഇത് കാണപ്പെടുന്നുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളുടെ ഒരു പറുദീസയാണ് ഈ പർവ്വതം. ഇവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ നടത്തുന്നത് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് ഒത്തിരി സമയമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിരിക്കാം ഡ്രൈവർ ഇപ്പോൾ ഞങ്ങൾക്ക് മലയാളത്തിലുള്ള പാട്ടുകളൊക്കെ വെച്ച് തരുന്നുണ്ട്. അങ്ങനെ 3-3.5 മണിക്കൂർ യാത്ര ചെയ്തെങ്കിലും യാതൊരു ക്ഷീണവുമില്ലാതെ ഞങ്ങൾ ഗൂബ സിറ്റിയിൽ എത്തിച്ചേർന്നു. അധികം തിക്കും തിരക്കും ബഹളങ്ങളും ഒന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ഒരു സിറ്റി. ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു വേള നമ്മൾ കേരളത്തിലാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. ചെന്നിട്ട് ചക്കക്കുരുനാണ് അങ്ങനെ ഞങ്ങൾ ഗൂബ സിറ്റിയിൽ നിന്നും 25 കിലോമീറ്ററോളം അകലെയുള്ള ഗജറഷ് ഫോറസ്റ്റ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഗജറഷിൻ്റെ മീനിങ് കം ആൻഡ് സിറ്റ് ഡൗൺ എന്നാണ്. അതായത് വന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇതൊരു റിമോട്ടായിട്ടുള്ള വില്ലേജ് ഏരിയയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ തീരെ ചെറിയ നമ്മുടെ പെട്ടിക്കടകളൊക്കെ പോലെയുള്ള ചെറിയ കടകളിൽ അസർബൈജാനി സ്ത്രീകളിരുന്ന് ഓരോ അവരുടെ തനതായ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ലോക്കൽ ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ ഇതുപോലെ കുറേ നേരം ഉള്ളിലേക്ക് കാട്ടിലേക്ക് ഇങ്ങനെ നടക്കാം. അങ്ങനെ നല്ല രസമുള്ള ഒരു ഏരിയയാണിത്. കുത്താബ് എന്നാണ് ഈ ഒരു ഫുഡിൻ്റെ പേര്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അവരുണ്ടാക്കുന്ന കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പയ്യനോട് ഞാൻ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് റെക്കോർഡിങ് തുടങ്ങിയത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പം ആ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ഫേസ് ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് പിന്നെ സൈഡിലേക്ക് മാറി നിന്ന് ബാക്കി ഷൂട്ട് ചെയ്യായിരുന്നു. ഞങ്ങൾ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് അവർ ചോപ്ഡ് ചീര, നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ്. അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുന്നത്. എന്തായാലും ഞങ്ങളത് ഓർഡർ ചെയ്തു. ഞങ്ങൾ താഴെ പോയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. അപ്പോൾ ഇതിൻ്റെ ഡിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ലബാനപ്പാണ്, അതായത് മോരെന്ന് വേണേൽ പറയാം. അപ്പോൾ അതിൽ മുക്കി പിന്നെ അതുപോലെ വേറൊരു ടൈപ്പ് ഓഫ് സോൾട്ടും ഉണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഡിപ്പ് ചെയ്ത് തിന്നാനായിട്ട്. എന്തായാലും നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾ കഴിച്ചു. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒത്തിരി ചീപ്പായിട്ടുള്ളൊരു ഫുഡ്, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായിരുന്നു. ചേച്ചി എങ്ങനെ ചേച്ചി ലോക്കൽ ഫുഡ് വിത്ത് പാലക്ക് ചീര, പാലക്കും പിന്നെ ചീസ് വിത്ത് മോരുടെ കൂട്ടിയാൽ നല്ലതാണ്, സൂപ്പർ, നല്ല രസമുണ്ട്. മോരൊഴിച്ചോടി. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്ത് ഡ്രൈവർ ദാ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് കിനാലൂഗ് ഏരിയ. അപ്പോൾ ഈ
പുൽമേട്ടിലൂടെയൊക്കെ സഞ്ചരിക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് ഹോഴ്സ് റൈഡിങ് നടത്താം, അല്ലെങ്കിൽ ഇതുപോലത്തെ ബൈക്കുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേരെ കാണുന്നില്ല. ദാ അവർ ഓടി ഒറ്റ ഓട്ടത്തിൽ അവർ ആ മൊട്ടക്കുന്നിലേക്ക് ഓടി കയറുകയാണ്. അപ്പോൾ ഇവരുടെ പുറകെ തന്നെ ഞങ്ങളും ഓടി കയറാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ മുകളിലെത്തിയപ്പോഴാണ് ഇത്രയ്ക്കും ഭംഗിയാണല്ലോ ഈ സ്ഥലത്തിനെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാരണം സ്വിറ്റ്സർലൻഡൊക്കെ തോറ്റുപോകുന്ന രീതിയിൽ അത്രയ്ക്ക് മനോഹരമാണ്. നിങ്ങൾക്ക് ഈ ചുറ്റിൽ നോക്കുമ്പോൾ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്ന്. എല്ലാവരും സ്വയം മറന്ന് കുഞ്ഞു പിള്ളേരെ പോലെ പാട്ട് പാടുകയും ഓടുകയും കളിക്കുകയും, എനിക്കറിയില്ല, ചുറ്റിലും എല്ലാവരും ഒരു പ്രത്യേക ലോകത്ത് എത്തിയ പോലെ ഒരു അനുഭവമായിരുന്നു. ശരിക്കും ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത, ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുന്ദരമായൊരു സ്ഥലം, സുന്ദരമായൊരു അനുഭവമായിരുന്നു ഇത്. സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞില്ല ഇതൊരു സ്വർഗം തന്നെ അല്ലേ? പക്ഷെ ഇത് ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല. മലഞ്ചെരുവിലൂടെ ചെമ്മരിയാടുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നെന്നോ. കാഴ്ചകളൊക്കെ ക്യാമറയിലാക്കി ഞാനിങ്ങനെ നടക്കുമ്പോൾ ഓരോരുത്തരൊക്കെ ആണെങ്കിൽ അവിടെ ഡാൻസും പാട്ടും തകർക്കുകയാണ്. എങ്ങനെയൊക്കെയാണേലും എവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് മറക്കാറില്ല. അങ്ങനെ അവിടെ നിന്നും കുറച്ച് നല്ല ഫോട്ടോകൾ പകർത്തിക്കൊണ്ട് മനസ്സോടെ അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര തിരിച്ചു. ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. ശരിക്കും പറഞ്ഞാൽ കിനാലൂഗ് എന്ന വില്ലേജ് വളരെ പുരാതനമായൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഏകദേശം 5000-ഓളം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ആളുകൾ താമസിച്ചു പോന്നിരുന്നു. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 2500 അടി ഉയരത്തിൽ ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. തനതായ ലാംഗ്വേജും കൾച്ചറും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഇവരിവിടെ ഒറ്റപ്പെട്ട് കഴിയാണ്. ഇവിടേക്കൊന്നും എത്തിപ്പെടാനായിട്ട് വഴികളൊന്നും തന്നെ ഇല്ലായിരുന്നു. റീസെൻ്റ്ലിയാണ് ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് റോഡൊക്കെ ഡെവലപ്പ് ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഡ്രൈവർ പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഇവരുടെ ബൈബിളിലെ നോഹയുടെ ഡയറക്റ്റ് വംശമാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്തായാലും വില്ലേജിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾക്കങ്ങനെ എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടുള്ള വഴി ലാൻഡ് സ്ലൈഡ് മൂലം നഷ്ടപ്പെട്ടത് കൊണ്ടാവാം അങ്ങോട്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയില്ല. പകരം വേറൊരു റിസോർട്ടിൻ്റെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർഫോളൊക്കെ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ കാണിച്ചു തന്നു. അവിടെയൊക്കെ കുറേ നേരം ചുറ്റി സഞ്ചരിച്ചു. തിക്ക് ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കുള്ള നല്ലൊരു ലേക്ക്, അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്നിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് ബാക്കുവിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ബാക്കുവിലേക്ക്. ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും രാത്രി നടന്ന് ആണ് അടുത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. അവിടുത്തെ ഫുഡാണെങ്കിലും നല്ലതായിരുന്നു. പ്രസൻറ്റേഷനായിരുന്നു ഏറ്റവും സൂപ്പർ. ആ കത്തിക്ക് 2 ഉപയോഗമുണ്ട്. ഒന്ന് ബില്ല് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടത്ത് കുത്തിയിട്ട് മരിക്കും. ഇന്ന് അസർബൈജാനിലെ ഞങ്ങളുടെ 5ാമത്തെ ദിവസമാണ്. അതായത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസം. ഇന്ന് ഉച്ചയോടെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്നും ഫ്ലൈറ്റ്. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള സമയം ഗോബുസ്ഥാനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മഡ് വോൾക്കാനോ കാണണം. അപ്പം വോൾക്കാനോസ് എന്ന് പറയുന്നത് തന്നെ എന്നും നമ്മളുടെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് കാണാനുള്ള ചാൻസ് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്യണം അവിടെ എത്താനായിട്ട്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് നമ്മുടെ വാഹനം കൊണ്ട് നമുക്ക് നേരിട്ട് ആ സൈറ്റിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ അതിനുവേണ്ടി ആശ്രയിക്കണം. അപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് 3 പേരെ കയറത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടി ഹയർ ചെയ്യണം.
എന്തായാലും നമുക്ക് സമയമില്ല, പെട്ടെന്ന് എയർപോർട്ടിലെത്തണം. ആ ഒരു തിരക്കിനിടയ്ക്ക് ഞങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കാതെ ആദ്യം അവൈലബിൾ ആയിട്ടുള്ള 2 വണ്ടികളിൽ ഞങ്ങൾ കയറി പറ്റി. Gobustan, Gobustan, Volkan. benim gördüm Gobustan. അപ്പോൾ വണ്ടിയിൽ കയറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിതിൻ്റെ ആ വണ്ടിയുടെ അവസ്ഥ മനസ്സിലാക്കുന്നത്. യാതൊരുവിധ നട്ടും ബോൾട്ടും ഒന്നുമില്ലാത്ത, ഒരു സേഫ്റ്റിയും ഒന്നുമില്ലാത്ത ഒരു വണ്ടി. അതെങ്ങനെ ഓടുന്നു എന്ന് തന്നെ നമുക്ക് അതിശയാണ്. ഓ മൈ ഗോഡ്, ഇത്രയും കെയർലെസ് ആയിട്ട് റഫായിട്ട് വണ്ടി ഓടിക്കുന്നതൊക്കെ ആദ്യമായിട്ട് ഉള്ള അനുഭവമാണ്. പതുക്കെ ഓടിക്കാൻ പറഞ്ഞാലും ഒക്കെ അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല, ഒരു തമാശ കളി ഇല്ല, അയാളങ്ങ് പോവുകയാണ്. കുറച്ച് ദൂരം അങ്ങ് ചെന്നപ്പോൾ വണ്ടിയിൽ നിന്ന് പുക വരുന്നു. അയാൾ ഓടിച്ചുകൊണ്ട് തന്നെ അതിനെ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ ആകുന്നേ പറയുന്നുണ്ട് നിർത്ത് എന്നൊക്കെ, പക്ഷെ നമ്മുടെ പറച്ചിലൊന്നും അയാൾ കേൾക്കുന്നില്ല. ശരിക്കും നമ്മൾ പെട്ടുപോയൊരവസ്ഥ. പിന്നെ ഭാഗ്യത്തിനയാൾ സൈഡിൽ ഒന്ന് ഒതുക്കിയിട്ട് കൈ കൊണ്ട് തന്നെ അതിന് ആ വയറൊക്കെ പിടിച്ച് തിരിച്ച് എന്തൊക്കെയോ കാണിച്ചത് ഫിക്സ് ചെയ്തു. നോക്കണേ, ഡോർ തുറന്ന് ഇറങ്ങി ഓടാൻ തയ്യാറായിരിക്കും. നമ്മുടെ നാട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമൊന്നും ഒന്നുമല്ല ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ ഓരോ വണ്ടികളൊക്കെ അയാൾ പാസ് ചെയ്ത് പോകുന്നത് കണ്ടാൽ ശരിക്കും ഞങ്ങൾ ജീവൻ കൈപ്പിടിച്ചാണ് ഇരുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂറത്തെ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം അയാൾ ഞങ്ങളെ മഡ് വോൾക്കാനോയുടെ പരിസരത്ത് എത്തിച്ചു. Okay, thank you. ഇവിടെ ശരിക്കും എത്തിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഭൂമിയിലാണോ അതോ ഏതോ അന്യഗ്രഹത്തിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഓരോരോ കുഞ്ഞു കുഞ്ഞു കുന്നുകൾ പോലെയാണ് ഈ വോൾക്കാനോ രൂപപ്പെട്ടേക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് പൊട്ടി വരുന്നത് കാണാം. ഈ ഒരു മഡ് സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണെന്നും പറഞ്ഞ് ആൾക്കാരതൊക്കെ ദേഹത്ത് വാരി പൂശുന്നൊക്കെയുണ്ട്. ചിലർ കുപ്പിയിൽ ശേഖരിച്ചു കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. പക്ഷേ ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഞങ്ങൾ കുറച്ച് സഫർ ചെയ്തു, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ വണ്ടികളൊന്നും ഇതിലേക്കൂടെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതായിരിക്കാം. അപ്പോൾ ഗോബുസ്ഥാനിൽ വരുന്നവർ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും നല്ല സേഫായിട്ടുള്ള വണ്ടികളിൽ മാത്രം ഇങ്ങോട്ടേക്ക് വരിക. ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം ആരും ചെയ്യരുത്. കാരണം ഒരു അപകടം വന്നാൽ അവിടെ ഒരു ഹെൽപ്പിന് പോലും ഒരാളില്ലെന്നുള്ളതാണ്. അത്രയും വിജനമായ ഭൂപ്രദേശമാണ്. അതുമാത്രമല്ല, നമ്മളുടെ ടൂറിൻ്റെ ലാസ്റ്റ് ദിവസത്തേക്ക് ഇത് മാറ്റി വയ്ക്കരുത്. ലാസ്റ്റ് ദിവസം സിറ്റി ടൂറ് അല്ലെങ്കിൽ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ റിസ്ക് എടുക്കേണ്ടി വരില്ല. ഇവിടെ എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് പോകുമായിരുന്നു. ഓൺ ദ വേ നമുക്ക് എന്തെങ്കിലും ഒരു ഡിലേ സംഭവിച്ചെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളുടെ ഫ്ലൈറ്റ് തന്നെ മിസ്സായി പോയേനെ. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വ്യത്യസ്തങ്ങളായ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന അസർബൈജാൻ എന്ന ഈ മനോഹര ദേശത്തെ പ്രകൃതിയും വ്യത്യസ്തമായ രീതിയിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പച്ചപ്പട്ട് വിരിച്ച പുൽപ്പാടങ്ങളും അതുപോലെ ഇടതൂർന്ന വനങ്ങളും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും എല്ലാം ചേർന്ന് ഈ ദേശത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിട്ട് 4-5 ദിവസങ്ങളൊന്നും ഒട്ടും മതിയാവില്ല. എങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഈ നല്ല ഒരു അവസരത്തിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.